നമുക്കറിയാം, പൂക്കൾ ഒരു സസ്യത്തിൻ്റെ പ്രജനന ഭാഗമാണ്. ലോകത്ത് ഏകദേശം 4 ലക്ഷം ഇനം പൂച്ചെടികൾ ഉണ്ടെന്നാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. പൂക്കളെപ്പറ്റി കൗതുകകരമായ ചില കാര്യങ്ങൾ കേട്ടാലോ? ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് റാഫ്ലേസിയ ആർണോൾഡിയാണ്. 1 മീറ്റർ വലിപ്പമുള്ള ഈ പൂവിന് 10 കിലോഗ്രാമിലധികം ഭാരമുണ്ടാകും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവോ? വോൾഫിയ എന്ന ജലസസ്യത്തിൻ്റെതാണ്. ഈ പൂവിൻ്റെ വലിപ്പം 1 മില്ലിമീറ്ററിലും കുറവാണ്. ഔഷധത്തെപ്പറ്റി പറയാം. ചെമ്പരത്തി, ചമോമൈൽ, താമര തുടങ്ങിയവ ഔഷധ സസ്യങ്ങളാണ്. അതുപോലെ ചെമ്പരത്തി, നാസ്റ്റർഷ്യം, വാഴപ്പൂ ഈ പൂക്കളൊക്കെ ഭക്ഷ്യയോഗ്യമാണ്. ലോകമെമ്പാടും ഈ ചെടികളെ കൊണ്ട് ഫുഡും പാനീയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇനി കോസ്മെറ്റിക്സിനെ പറ്റി പറയാം. റോസ്, മുല്ലപ്പൂ, ലാവൻഡർ തുടങ്ങിയ പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധ എണ്ണകൾ ഉപയോഗിച്ചാണ് പല പെർഫ്യൂമുകളും ബോഡി സ്പ്രേകളും നിർമ്മിക്കുന്നത്. പൂവിൻ്റെ ആകൃതിയെപ്പറ്റി പറയാം. ചില പൂക്കൾക്ക് രസകരമായ ആകൃതിയാണുള്ളത്. ബേർഡ് ഓഫ് പാരഡൈസ് എന്ന പൂവിന് പക്ഷിയുടെ ആകൃതിയാണ്. അതുപോലെ പാരറ്റ് ഫ്ലവർ തത്തയെപ്പോലെയും ചില ഓർക്കിഡുകൾ കുരങ്ങിൻ്റെയോ പ്രാവിൻ്റെയോ മുഖം പോലെയും കാണപ്പെടുന്നു. ഇനി പൂവിൻ്റെ ബിസിനസ്സിനെ പറ്റി പറഞ്ഞാലോ? ലോകത്തിലെ പൂക്കളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് നെതർലാൻഡ്സ്. ഈ രാജ്യം പൂക്കളുടെ കൃഷിയിലൂടെയും കയറ്റുമതിയിലൂടെയും ബില്യൺ കണക്കിന് യൂറോ ആണ് സമ്പാദിക്കുന്നത്. ട്യൂലിപ്പ് എന്ന പൂവാണ് ഇവിടെയുള്ള ലോകപ്രസിദ്ധമായ താരം. നെതർലാൻഡ്സിലുള്ള ആൽസ്മീർ എന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കളുടെ ലേലം വിളിയും വ്യാപാരവും നടക്കുന്ന പൂ മാർക്കറ്റ്. ഇനി ഇല ഇല്ലാത്ത പൂവിനെ പറ്റി പറയാം. അതാണ് റഫ്ലേഷ്യ. ഇതിന് ഇലകളും തണ്ടും വേരും ഇല്ല. ഇത് മറ്റൊരു വള്ളിച്ചെടിയുടെ ഉള്ളിൽ പരജീവിയായി ജീവിക്കുന്നു. ഇനി പൂവ് തീരെ ഇല്ലാത്ത ഒരു ചെടിയും ഉണ്ട്. അതാണ് മോസ്. അതായത് നനവുള്ള മതിലുകളിലും കല്ലുകളിലും കാണുന്ന പച്ച വെൽവെറ്റ് പോലെയുള്ള കുഞ്ഞു ചെടിയാണ് മോസ്. ഇനി പൂവിൻ്റെ ഗുണങ്ങൾ മാത്രമല്ല, ദോഷത്തെക്കുറിച്ച് കൂടി പറയണമല്ലോ. നായ്ക്കരണ എന്ന സസ്യത്തിൻ്റെ പൂക്കളിലും കായ്കളിലുമുള്ള ചെറു രോമങ്ങൾ തൊലിയിൽ തട്ടിയാൽ ശക്തമായ ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകും. അതുപോലെ ചില സസ്യങ്ങളുടെ പൂക്കൾ വിഷമുള്ളതാണ്. ഇന്ത്യയിൽ സാധാരണ കാണുന്ന അരളി എന്ന സസ്യത്തിൻ്റെ പൂവ്, ഇല, തണ്ട് എന്നിവയിൽ വിഷാംശമുണ്ട്. അതിനാൽ നമുക്ക് പരിചയമില്ലാത്ത പൂക്കളോ ചെടികളോ വായിൽ വയ്ക്കാൻ പാടില്ല. ഇനി ഇത് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന പൂവിശേഷങ്ങൾ താഴെ കമൻ്റായി എഴുതണേ. ഇതുപോലുള്ള വീഡിയോ കാണാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.